told them about India. വീണ്ടും ഇന്ത്യയെക്കുറിച്ച് He said the scope of the kingdom that is required in India. ഇന്ത്യയിലുള്ള ദൈവരാജ്യത്തിന്റെ സ്കോപ്പിനെ കുറിച്ച് താൻ പറഞ്ഞു. And he repeated and said like this. വീണ്ടും താൻ ഇങ്ങനെ പറയാൻ If you will not go, ഇന്ന് നിങ്ങൾ പോയില്ലെങ്കിൽ I will go back. ഞാൻ വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകും. But I will not have the strength to preach Jesus. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ശക്തി എനിക്കിനിയില്ല. I will write a banner and hang it on the side of the Ganges river. ഗംഗാ നദിയുടെ തീരത്ത് ഞാനൊരു വലിയ ബാനർ ഇങ്ങനെ എഴുതിയിടും. Jesus loves India. യേശു ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ബാനർ. I love India. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിടും. He said if the pedestrians that passes by, എന്നെ നടന്നു പോകുന്ന ആളുകൾ, if they ask me why are you lying down here, old man, പ്രായമുള്ള മനുഷ്യ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, I will point my finger to the banner. ഞാൻ എന്റെ വിരൽ ആ ബാനറിലേക്ക് ചൂണ്ടും. Jesus loves India. യേശു ഇന്ത്യയെ സ്നേഹിക്കുന്നു. This is patriotism. ഇതാണ് രാജ്യസ്നേഹം. This is what we need, church. ഇതാണ് സഭയെ നമുക്ക് വേണ്ടിയത്. We don't need emotionalism. നമ്മൾക്ക് വലിയ വികാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല We വേണ്ടത്. don't need feelings. നമ്മൾക്ക് അനുഭൂതികൾ മാത്രമല്ല വേണ്ടത്. We want fruit. നമുക്ക് വേണ്ടത് ഫലമാണ്. You know, we live in India. We are Indians. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു. നമ്മൾ ഇന്ത്യക്കാരാണ്. I was shocked when I read the incident about Bhagat Singh, our freedom fighter. നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആയിരുന്ന ഭഗത് സിംഗിനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യമുണ്ടായി. I felt ashamed. എനിക്ക് നാണം തോന്നിപ്പോയി. You know, 20-25 in between this young man. 20-25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ. When the British captured him, ബ്രിട്ടീഷുകാർ തന്നെ പിടിച്ചപ്പോൾ, when they judged him to be hanged till death, തൂക്കി കൊല്ലാൻ തന്നെ വിധിച്ചപ്പോൾ, from within the cells, ആ സെല്ലിന്റെ അകത്ത് കിടന്നുകൊണ്ട് he said like this. താൻ ഇങ്ങനെ പറഞ്ഞു, it is blood that flows through my veins. എന്റെ സിരകളിൽ ഓടുന്ന രക്തം. I had romantic feelings in my heart. എന്റെ അകത്ത് പ്രേമത്തിന് വികാരങ്ങളാണുള്ളത്. But none of these things പക്ഷെ ഇതൊന്നും will hinder me from achieving the destiny that God has given me. ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് എത്താൻ ഇതൊന്നും തടസ്സമായിരിക്കില്ല. None of this will hinder me to achieve what Jesus has given in what I have going for. ഞാൻ എങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോകുന്നോ അതിന് ഇതൊന്നും തടസ്സമാകുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്നാണ്. Kingdom of God, ദൈവരാജ്യം. we should be patriotic. നമുക്ക് രാജ്യസ്നേഹമുള്ളവരായി തീരണം. You know, when the army of Israel and the army of the Philistines were about to be in a battle combat, ഒരു ഫെലിസ്ത്യ സൈന്യവും ഇസ്രായേലിലെ സൈന്യവും ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന സമയത്ത്, every time they come to the fields for, you know, the ground battle, മല്ലയുദ്ധത്തിനായി അവർ മുൻപോട്ട് കടന്നു വരുമ്പോൾ, when the infantry comes face to face, രണ്ട് കൂട്ടരും അവർ മുഖാമുഖം വരുമ്പോൾ, in between suddenly there will come a person 9+ feet tall from within the side of the Philistines. ഫെലിസ്ത്യരുടെ കൂട്ടത്തിൽ നിന്ന് 9 അടിക്ക് മുകളിൽ പൊക്കമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് മുൻപിലേക്ക് വരും. A giant who look like a metal robot. ഒരു ജയന്റ് ആയ മനുഷ്യൻ, മെറ്റൽ റോബോട്ട് പോലെ ഇരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. A war machine. ഒരു യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ മെഷീൻ പോലത്തെ. And he screamed to Israel. താൻ ഇസ്രായേലിന് നേരെ അലച്ച് സംസാരിച്ചു. Come and fight me 101. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പോരാടാമെങ്കിൽ എനിക്ക് നേരെ വാ. And if you can defeat me, we are defeated. എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഫെലിസ്ത്യ സൈന്യം തോറ്റതായി നമ്മൾക്ക് കണക്കുകൂട്ടാം. You know, this Israel is the army of God. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൈന്യമായിരുന്നു. They are the army of God. അവർ ദൈവത്തിന്റെ സൈന്യമായിരുന്നു. They fight and they belong to God and Jehovah. അവർ പറയുന്നത് ഞങ്ങൾ യഹോവയായ ദൈവത്തിന്റെ സൈന്യം എന്നാണ് പറയുന്നത്. When they saw the Goliath, പക്ഷെ അവർ ഗോലിയാത്തിനെ കണ്ടപ്പോൾ they fled. അവർ ഓടാനിടയായി തീർന്നു. They ran. അവർ ഓടി. They absconded from the place. അവർ ഓടി ഒളിച്ചു. Because of the fear. കാരണം അവർക്ക് ഭയമായിരുന്നു. And there was a young man. പക്ഷെ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. Sent by his father. തന്റെ പിതാവിനാൽ അയക്കപ്പെട്ടവൻ. With a tiffin cap
carrier and the news to be collected from the war zone. ഒരു ടിഫിൻ ബോക്സുമായി താൻ കടന്നു വന്നു, യുദ്ധത്തിന്റെ വിവരങ്ങൾ അറിയാൻ കടന്നു വന്നൊരു When പയ്യൻ. he saw this dramatic incident taking place, ഈ നാടകീയമായ സംഭവം അവിടെ കണ്ട ആ ചെറുപ്പക്കാരൻ he said, "How dare! എന്ത് ധൈര്യത്തിലാണ് ഇവൻ, How dare! എന്ത് ധൈര്യത്തിലാണ് ഇവൻ, This man comes and mocks and ridicules the nation of God." ദൈവത്തിന്റെ രാജ്യത്തെ കളിയാക്കുവാനും നിരസിക്കുവാനും ഈ മനുഷ്യൻ ആർ എന്ന് താൻ ചോദിച്ചു. I will go. ഞാൻ പോകും, I will go. ഞാൻ പോകും. And he went. താൻ പോയി. No sword, വാളില്ല, no professionalism, പ്രൊഫഷണൽ ആയിട്ട് ഒന്നും but അറിയത്തില്ല. with 5 stones, 5 കല്ലുമെടുത്ത് he destroyed the giant. ആ വലിയ മല്ലനെ താൻ And തോൽപ്പിച്ചു. he slew him. അവനെ വെട്ടി, അവന്റെ തല This വെട്ടി is കളഞ്ഞു. patriotism. ഇതാണ് രാജ്യസ്നേഹം. This is patriotism, kingdom of God. ഇതാണ് ദൈവരാജ്യത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. What do you see before you? എന്താണ് നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ കാണുന്നത്? Do you see the giants? നിങ്ങൾ കാണുന്നത് മല്ലന്മാരെയാണോ? Do you see the giant and your fear? നിങ്ങൾ മല്ലന്മാരെ കണ്ട് പേടിക്കുന്നവരാണോ? But I want to challenge the church this morning. ഞാൻ ഇന്ന് സഭയെ ചലഞ്ച് ചെയ്യാൻ You ആഗ്രഹിക്കുന്നു. need to be patriotic. നിങ്ങൾ രാജ്യസ്നേഹികളായി മാറണം. Patriotic. രാജ്യസ്നേഹികളായി മാറണം. Rise above the limit.